ഇറാഖുകൾക്കെതിരെ നിലകൊള്ളുന്ന രാജ്യങ്ങൾക്ക് ആക്രമണത്തിലൂടെ മറുപടി നൽകാനായിട്ട് ഇറാൻ ഇതാ ഒരു ശക്തമായ നീക്കം നടത്തുന്നു. അതായത് മാനവരാശി ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വിനാശകരമായ വെപ്പണുമായിട്ടാണ് ഇറാൻ ഇറങ്ങാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ സ്ലീപ്പർ സെൽസിനെ അണിനിരത്തിക്കൊണ്ട് വളരെ നിശബ്ദവും എന്നാൽ ഗൊറില്ല യുദ്ധത്തിന് സമാനമായതുമായ ഒരു യുദ്ധരീതി അവലംബിക്കാനായിട്ട് പോകുന്നു. ഈ രീതി അവലംബിക്കാനുള്ള എല്ലാ നീക്കവും ഇറാൻ നടത്തുന്നുണ്ട് എന്നുള്ള സുപ്രധാന വിവരം അമേരിക്ക തന്നെയാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് എൻക്രിപ്റ്റ് ചെയ്ത ചില മെസ്സേജുകൾ ചില പ്രത്യേക മേഖലകളിലേക്ക് ഇറാനിലെ ടെഹ്റാനിൽ നിന്ന് അയച്ചിരിക്കുന്നു. കൂടാതെ റേഡിയോ ഫ്രീക്വൻസിയിലും ഈ മെസ്സേജുകൾ പോയിട്ടുണ്ട്. ഈ റേഡിയോ ഫ്രീക്വൻസി എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ പരമ്പരാഗത രീതിയിലുള്ള സെല്ലുലാർ ശൃംഖലയിലൂടെയോ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടെയോ അല്ല അയച്ചത്. അതുകൊണ്ടാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് സംശയം തോന്നിയത്. ഇറാനിൽ നിന്ന് പല കാലങ്ങളിലായി പല രാജ്യത്തിലേക്ക് കുടിയേറിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതിൽ പലരെയും സ്ലീപ്പർ സെൽസായിട്ട് ഇറാൻ ഉപയോഗിക്കുന്നുണ്ട്. നിലവിൽ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വളരെ മര്യാദക്കാരായിട്ട് അവിടുത്തെ പൗരന്മാർക്കൊപ്പം ഇഴുകിച്ചേർന്ന് ജീവിക്കുന്ന ആളുകൾ. പക്ഷേ ഇവർക്ക് ആത്യന്തികമായിട്ടൊരു ലക്ഷ്യമുണ്ട്. അത് ഒരു പക്ഷേ ഈ രാജ്യത്ത് നിന്ന് നൽകുന്ന നിർദ്ദേശമായിരിക്കാം. അതല്ലെങ്കിൽ ഇത്രയും കാലം അവരെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചില സെൻറ്റേഴ്സിൽ നിന്ന് പോകുന്ന മെസ്സേജ് ആയിരിക്കാം. ഇവിടെ അയത്തുള്ള അലി ഖാമനയി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് എൻക്രിപ്റ്റ് ചെയ്ത ഈ മെസ്സേജുകൾ പൂട്ടിപ്പോയ ഒരു റേഡിയോ സ്റ്റേഷനിലെ അതേ ഫ്രീക്വൻസി ഉപയോഗിച്ചുകൊണ്ട് ചില മെസ്സേജുകളൊക്കെ പോകുന്നത് ഈ ചാര സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. മാത്രമല്ല രാജ്യാന്തര തലത്തിൽ ഒരു പുതിയ റേഡിയോ സ്റ്റേഷൻ തുറക്കുകയും അതിലൂടെ ഇത്തരത്തിലുള്ള ചില മെസ്സേജുകൾ പാസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ വളരെ കൃത്യമായിട്ട് നിരീക്ഷണം നടത്താനായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഈ ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി. മാത്രമല്ല ഇക്കാര്യം തങ്ങളുമായി സഹകരിക്കുന്ന ലോകത്തെ മറ്റ് രാജ്യങ്ങളെയും അറിയിച്ചു. അങ്ങനെ ഖത്തറിലെ രഹസ്യാന്വേഷണ വിഭാഗം നടത്തിയ ഒരു അന്വേഷണത്തിൽ IRGCയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ലീപ്പർ സെൽസിൽ 2 പേരെ പിടികൂടുന്നു. ഇവരെ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇറാനിൽ നിന്ന് കൃത്യമായ ചില നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടെന്നും GCC രാജ്യങ്ങളെ ഇൻഫ്രാസ്ട്രക്ചർ തകർക്കാനായിട്ട് ചില പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും ഇവർ സമ്മതിച്ചു. മാത്രമല്ല ഇവർക്ക് ഈ ആശയവിനിമയ ഉപാധികളിൽ നിന്ന് വിവരങ്ങൾ ചോർത്താനുള്ള ടെക്നോളജി, സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനും സാങ്കേതിക വിദ്യയിലേക്ക് നുഴഞ്ഞു കയറാനുമുള്ള പരിശീലനം ഒക്കെ ലഭിച്ചതായിട്ടും പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നാം, മറ്റൊരു വിദേശ രാജ്യത്ത് ഒരു വിദേശ ശക്തിക്ക് അട്ടിമറി നടത്താൻ പറ്റുമോ? അങ്ങനെ പറ്റുമെന്ന് ഇറാൻ പല കുറി തെളിയിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.